റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമില്ലാത്ത ആളുകൾ എത്ര തന്നെ പരിഹസിച്ചാലും, വിവരമില്ലാത്ത ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര തന്നെ പിന്തിരിപ്പനെന്ന് പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആദരവ് നൽകിയിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മാത്രമല്ല, ആ പ്രവാചകൻ പറയുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടത് ഞാനാകുന്നു എന്നാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്കാണോ ലഭിക്കുന്നത്, ഏറ്റവും വലിയ ദറജയിൽ വർധനവ് ആ വ്യക്തിക്കായിരിക്കും. കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരു സന്ദർഭം മക്കയിൽ. പ്രവാചകനെ മജ്നൂൻ, ഭ്രാന്തനാണെന്ന് അവർ വിളിച്ചു, സാഹിറാണ് എന്ന് വിളിച്ചു, ഷാഇറാണ്, കവിയാണ് എന്ന് പറഞ്ഞു, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യണമെന്ന ഗൂഢാലോചന മക്കയിൽ ശക്തിപ്പെട്ട സന്ദർഭത്തിൽ ആ പ്രവാചകന് ആശ്വാസം നൽകിക്കൊണ്ട്, നബിയെ ഭയപ്പെടേണ്ടതില്ല, അവരുടെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല, മക്കയിൽ നിന്ന് അവർ താങ്കളെ പുറത്താക്കിയാലും അതിനേക്കാൾ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു താങ്കളെ എത്തിക്കുന്നതാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഇസ്രാ മിഅറാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി.